ഈസി അക്കൗണ്ട്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 അക്കൗണ്ടൻസിയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു അക്കൗണ്ടന്റിന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അയാളുടെ സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ റെക്കോർഡിംഗ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ആ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസിന്റെ റൂൾസിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അപ്പം അവിടെയാണ് നമ്മൾ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ പഠിക്കുന്നത്. ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും നോക്കിക്കണ്ടു. അതായത് ഒരു അക്കൗണ്ടിന്റെ രണ്ട് സൈഡുകളെ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് ആസ്പെക്റ്റുകളെയാണ് നമ്മൾ ഡെബിറ്റ് ആസ്പെക്ട് ക്രെഡിറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഈ റൂൾസിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പഠിക്കാം, രണ്ട് അപ്രോച്ചിലൂടെ പഠിക്കാം. നമ്പർ 1 ട്രഡീഷണൽ അപ്രോച്ച്, നമ്പർ 2 മോഡേൺ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിലൂടെ നമുക്ക് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പോവാം. മോഡേൺ അപ്രോച്ചിലൂടെയും റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പോവാം. രണ്ട് അപ്രോച്ചിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേർണലൈസ് ചെയ്യാൻ സാധിക്കും, റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും എളുപ്പമുള്ള ഏതാണോ അത് വെച്ചുകൊണ്ട് നമുക്ക് ജേർണൽ എൻട്രിയിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് രണ്ട് അപ്രോച്ചുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നേരെ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മോഡേൺ അപ്രോച്ചിന്റെ റൂളിലേക്ക് പോകാം. ട്രഡീഷണൽ അപ്രോച്ച് ഓർ ഇംഗ്ലീഷ് അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അപ്രോച്ച്. ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കുവാൻ വേണ്ടി അക്കൗണ്ട്സുകളെ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തേതാണ് റിയൽ അക്കൗണ്ട്. രണ്ടാമത്തേതാണ് പേഴ്സണൽ അക്കൗണ്ട്. മൂന്നാമത്തേതാണ് നോമിനൽ അക്കൗണ്ട്. അക്കൗണ്ടുകളെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ആദ്യം നമ്മൾ പോകുന്നത് എന്താണ് റിയൽ, എന്താണ് പേഴ്സണൽ, എന്താണ് നോമിനൽ. അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ട് നമുക്ക് അതിൻ്റെ റൂളിലേക്ക് പോകാം. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ അസസിനെ കുറിച്ചുള്ള അക്കൗണ്ടുകളെയാണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, മെഷീൻ അക്കൗണ്ട്, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് ഇൻക്ലൂഡിംഗ് ക്യാഷ്. പേഴ്സണൽ അക്കൗണ്ട് പേഴ്സൺസ്, ഓർഡിനറി പേഴ്സൺ ഓർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഉദാഹരണത്തിന് രാജൂസ് അക്കൗണ്ട്, മനോജ് അക്കൗണ്ട്, കിഷോർ അക്കൗണ്ട്, ഇനി യൂണിവേഴ്സിറ്റീസ് അക്കൗണ്ട്, കമ്പനീസ് അക്കൗണ്ട്, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ്. XYZ ലിമിറ്റഡ് അക്കൗണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അക്കൗണ്ട്, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന എക്സാമ്പിൾസ് ആണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ എക്സ്പെൻസസ്, ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസസ്, ലോസ്, ഇൻകം, ഗെയിൻ, ഇത്തരത്തിലുള്ള അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാലറി അക്കൗണ്ട്, റെന്റ് അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? നോമിനൽ അക്കൗണ്ടിൽ വരുന്നതാണ്. സോ റിയൽ അസറ്റ്സ്, പേഴ്സണൽ, ഓർഡിനറി ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ, നോമിനൽ, എക്സ്പെൻസ്, ലോസ്, ഇൻകം, ഗെയിൻ. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ ചെയ്യുമ്പോൾ എന്താണ് റൂൾ? അതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അസറ്റ്സിനെ കുറിച്ചുള്ള അക്കൗണ്ട് ആണെങ്കിൽ ജേർണലൈസിംഗ് ആണ് നമ്മൾ വരുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റൂൾ? ഏതെങ്കിലും പേഴ്സണെ കുറിച്ചുള്ള ജേർണലൈസിംഗ് ആണ് വരുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റൂൾ? ഏതെങ്കിലും എക്സ്പെൻസിനെ കുറിച്ചുള്ള ഇതാണ് വരുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റൂൾ? ദാറ്റ് ഈസ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അണ്ടർ റിയൽ, പേഴ്സണൽ, നോമിനൽ. നമുക്ക് നോക്കാം. റിയൽ അക്കൗണ്ടിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പ്രധാനപ്പെട്ട റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് വാട്ട് comes in, credit what goes out. ഇത് റൂളാണ്. നമ്മളൊരു ബോക്സ് എല്ലാം ചെയ്താണ് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക. അക്കോർഡിംഗ് ടു റിയൽ അക്കൗണ്ട് ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വിൽ ബി ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. റിയൽ അക്കൗണ്ട് പ്രകാരം എന്താണോ നമ്മുടെ ഫേമിന്റെ അകത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, എന്താണോ ഫേമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ക്രെഡിറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ക്യാഷ് കൊടുത്തിട്ട് ഞാനൊരു ഫർണിച്ചർ വാങ്ങുന്നു, ക്യാഷ് പുറത്തേക്ക് പോകുന്നു, അതിന് ക്രെഡിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ അകത്തേക്ക് വരുന്നു, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ദ മീനിങ്. ദെൻ പേഴ്സണൽ അക്കൗണ്ട്, ഡെബിറ്റ് the receiver, then credit
the giver. Debit the receiver and credit the giver. This is the rule. കാരണം പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരാളാണ് അല്ലേ, ഗിവർ അല്ലെങ്കിൽ റിസീവർ ഒരാളാണ്. ആരാണോ റിസീവർ അയാൾ ഡെബിറ്റ് ചെയ്യുക, ആരാണോ ഗിവർ അയാളെ ക്രെഡിറ്റ് ചെയ്യുക. റിസീവർ എന്ന് പറയുന്ന ആൾ, ഉദാഹരണത്തിന് മനോജ് ക്യാഷ് പെയ്ഡ് ടു കിഷോർ, കിഷോറാണ് റിസീവ് ചെയ്യുന്നത്, മനോജ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിലാണ് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. നോർമൽ അക്കൗണ്ട് ആണെങ്കിൽ എക്സ്പെൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻകത്തിനെ കുറിച്ചുമാണ്. അതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് റൂള്. നോർമൽ അക്കൗണ്ട് പ്രകാരം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ. അതായത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്, സാലറി ആണെങ്കിൽ അതിന് ഡെബിറ്റ് ചെയ്യാം, പർച്ചേസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം, ഇൻകം ആണെങ്കിൽ സെയിൽസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ദിസ് ഈസ് ദ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം അക്കൗണ്ട്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതിൻ്റെ ഓരോരുത്തരുടെയും റൂളാണ് നമ്മൾ കാണിച്ചത്. ഇനി നമുക്ക് പോകേണ്ടത് മോഡേൺ അപ്രോച്ച് പ്രകാരമാണ്. ഇനി നമുക്ക് മോഡേൺ അപ്രോച്ച് കൂടെ ഡിസ്കസ് ചെയ്യാം. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ അക്കൗണ്ട്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തെങ്കിൽ മോഡേൺ അപ്രോച്ച് പ്രകാരം അക്കൗണ്ട്സിനെ നമ്മൾ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. നോക്കിക്കേ, അസറ്റ്സ്, ലയബിലിറ്റി അക്കൗണ്ട്സ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ. അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, എക്സ്പെൻസ് ആൻഡ് ലോസസ്, ഇൻകംസ് ആൻഡ് ഗെയിൻസ്. എപ്പോഴാണ് അസറ്റ്സിനെ ഡെബിറ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ലയബിലിറ്റിയെ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യേണ്ടത്, എപ്പോഴാണ് ക്യാപിറ്റലിനെ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്യേണ്ടത് എന്നാണ് ഈ ടാബിളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടാബിൾ ഒരു എളുപ്പത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. നമ്മൾ ഹെഡിങ് കൊടുത്തു ഡെബിറ്റ് ക്രെഡിറ്റ്. എപ്പോഴൊക്കെ ഡെബിറ്റ് ചെയ്യണം? 2 രീതി മാത്രമേ ഉള്ളൂ. ഒന്ന് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്. ഒരു ഐറ്റം കൂടുമ്പോൾ എന്ത് ചെയ്യണം, ആ ഐറ്റം കുറയുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ അക്കൗണ്ട് ഡിക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യണം. സി, അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ്. അതാണ് മീനിങ്, ടേബിളിന്റെ മീനിങ് അതാണ്. അസറ്റ് ഇൻക്രീസസ് ഡെബിറ്റ്, അസറ്റ് ഡിക്രീസസ് ക്രെഡിറ്റ്. അസറ്റിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ലയബിലിറ്റി. അപ്പൊ ലയബിലിറ്റി എന്താണ്? ലയബിലിറ്റി ഡിക്രീസസ് ഡെബിറ്റ്, ലയബിലിറ്റി ഇൻക്രീസസ് ക്രെഡിറ്റ്. ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്, ലയബിലിറ്റി കുറയുമെന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യത കുറയാന്നല്ലേ. അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ക്യാപിറ്റലും ഒരു ലയബിലിറ്റിയാണ്, ഫേം തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇതേ കേസ് തന്നെയാണ് വരിക, ഡിക്രീസസ് ഡെബിറ്റ്, ഇൻക്രീസസ് ക്രെഡിറ്റ്. എക്സ്പെൻസസ് അല്ലേ, ഓൾ എക്സ്പെൻസസ് ആർ ഡെബിറ്റ്, നമ്മൾ പഠിച്ചാണ് നേരത്തെ റൂളിൽ. എക്സ്പെൻസസ് ഇൻക്രീസസ് ഡെബിറ്റ്, എക്സ്പെൻസസ് ഡിക്രീസസ് ക്രെഡിറ്റ്. എക്സ്പെൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻകം, ഇൻകം ഡിക്രീസസ് ഡെബിറ്റ്, ഇൻകം ഇൻക്രീസസ് ക്രെഡിറ്റ്. ഇങ്ങനെ ഇൻക്രീസ് ആവുമ്പോഴും ഡിക്രീസ് ആവുമ്പോഴും ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നാണ് ഈ ടേബിളിലൂടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ജേർണലൈസിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ 99% നമ്മൾ ഈ മോഡേൺ അപ്രോച്ച് പ്രകാരമായിരിക്കും പ്രോബ്ലം ചെയ്യുന്നത്. അതുകൊണ്ട് 2 അപ്രോച്ച് നമുക്ക് വേണം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രഡീഷണൽ അപ്രോച്ച് എന്തായാലും നിർബന്ധമാണ്. അപ്പം തീർച്ചയായും 2 അപ്രോച്ച് നിങ്ങൾ പഠിക്കണം. 2 അപ്രോച്ചും കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിംഗ് വർക്കുകൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതോടുകൂടി നമ്മുടെ റൂൾസ് ഓഫ് ഡെബിറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.